സ്കോട്ട്. എൻ്റെ പേര് ആൽവിൻ. ഞാൻ പുത്തഞ്ചേരി ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ HDFC ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ ജീവിതത്തിൽ ഈശോ ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സൗണ്ട് ഇവിടെ നിന്ന് തൊട്ടൊരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ എനിക്ക് സൗണ്ട് ഉറക്കിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈശോയായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്ത് എനിക്കിപ്പോൾ ഈ സ്റ്റേജിൽ, അതുപോലെ തന്നെ ജീസസ് യൂത്തായിട്ടൊരു ബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ജീസസ് യൂത്തിലേക്ക് ഞാൻ കടക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് പൂർണ്ണമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ചേട്ടനാണ് വിളിക്കുന്നത്, നീ ജീസസ് യൂത്തിലേക്ക് വായോ, ജസ്റ്റ് നീ വന്നാൽ മതി, സംസാരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി, കിച്ചണിലൊക്കെ നമുക്ക് നിൽക്കാം, പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെന്നു. പക്ഷേ അഡോറേഷൻ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ഈശോയെ, എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ജീവിതമില്ല, മരിക്കാമെന്ന് തന്നെ വിചാരിച്ചു. മരിക്കാം, അപ്പം ഇനി ജീവിതത്തിൽ വേറെ ഒന്നുമില്ലല്ലോ. കാരണം ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ലോകത്തിൽ ഒന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ പിശാച് തോന്നിച്ചതായിരിക്കാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അഡോറേഷനിലിരുന്നു, കുംസാരിച്ചു, നല്ല രീതിയിൽ കുംസാരിച്ചു. അങ്ങനെ അഡോറേഷനിലിരുന്നു. അപ്പോൾ മുതൽ എനിക്ക് സൗണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടി. അതിനുശേഷം ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിടെക്കിന് ഇൻ്റർനാഷണൽ കോൺഫറൻസിന് എനിക്ക് പങ്കെടുക്കാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. കാരണം 4-3 ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സൗണ്ട് ഇടറും, എനിക്ക് പേടിയുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഓൾറെഡി സൗണ്ട് പോയ വ്യക്തിയാണ്. അപ്പം ഞാൻ ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഈശോയെ, എനിക്കറിയില്ല എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന്. കാരണം ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് എന്ത് ചെയ്യും, എന്ത് റെസ്പോണ്ട് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ക്വസ്റ്റ്യൻസൊക്കെ ഇംഗ്ലീഷിലായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു, ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ അടിപൊളിയായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. കാരണം അവർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് നല്ല ഫ്ലുവൻസിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോൾ മാള സബ്സോണിൻ്റെ സർവീസ് ടീം മെമ്പറാണ്. കാരണം പാരിഷ് കോർഡിനേറ്ററാണ്. കാരണം ഒരു പാരിഷിൽ പോലും എനിക്ക് ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസോ സംസാരിക്കാൻ പോലും കഴിയില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ 43 ഇടവകളിൽ, മാള സബ്സോണിൻ്റെ 43 ഇടവകളിലെ പാരിഷിൻ്റെ കോർഡിനേറ്ററാണ്. കാരണം ഒരു പ്രാർത്ഥന പോലും എനിക്ക് മര്യാദയ്ക്ക് എത്തിക്കാൻ അറിയില്ലായിരുന്നു. കാരണം ഒരു 43 പേരുടെ ഇടയിൽ എനിക്ക് എത്തിച്ചേരാൻ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. കാരണം ഈശോയെ അറിഞ്ഞപ്പോൾ ഈശോയുടെ വചനങ്ങൾ, അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം അവർക്ക് പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചു. അത് ഈശോയിലൂടെ മാത്രമാണ് എനിക്ക് സാധിച്ചതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. എൻ്റെ ജീവിതത്തിൽ ഈശോ അനുഭവപ്പെട്ട പോലെ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ അനുഭവത്തിലും നമ്മൾ ഈശോനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.